ഹലോ. ഹലോ. നമ്മളെ മീറ്റിംഗ് കുറച്ച് സമയം കൊണ്ട് തുടങ്ങൂട്ടാ. എല്ലാവരും ആളുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യും.
ഹായ്, ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കുറച്ചായി അല്ലെ എല്ലാവരും ഇതേപോലെ ഒരുമിച്ച് കൂടിയിട്ട്. എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരിക്കാം നമ്മുടെ കേസിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും ഭയങ്കര ഒരു മനസ്സിന് സന്തോഷവും സമാധാനവും ഉള്ള ഒരു ദിവസമാണ് ഇന്ന്. അതെന്താണെന്നുള്ളത് വഴിയെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇന്നത്തെ നമ്മുടെ സൂമില് ഒരു വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം കുറെ നാളുകളായിട്ട് നമ്മൾ ഓരോരുത്തരും കാണാൻ ആഗ്രഹിക്കുന്ന, സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ സിഇഒ ശ്രീന മേഡവും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ സൂമിന്റെ പ്രത്യേകത. നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം അത് ശരിക്കും ഒരു വലിയൊരു സംഭവം തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ, നമ്മൾ കടന്നു പോകുന്ന ഓരോ ദിവസവും ടെൻഷൻ അടിച്ച് ഇനി എന്താകും, അല്ലെങ്കിൽ കേസിന്റെ ഗതി എന്താണ് എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഓരോ സമയമാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നും പറയുന്നത് പോലെ, ഞാൻ ആദ്യം മുതലേ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒറ്റൊരു വാക്കുണ്ട്, ഈ കമ്പനി തിരിച്ചു കൊണ്ടുവന്നിട്ടേ ഞങ്ങൾ പിന്മാറുള്ളൂ എന്നുള്ളത്. പലരും അത് എങ്ങനെയാണ് കണ്ടത് എന്ന് എനിക്കറിയില്ല. പക്ഷെ 100% കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ഇറങ്ങിയ അന്നത്തെ ആ ഒരു പ്രസരിപ്പോടും ഊർജസ്വലതയോടും കൂടി ഇന്നും ഇതിന്റെ പിന്നിൽ നിൽക്കുന്നത്. അതിനൊറ്റ കാരണേ ഉള്ളൂ. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന് പറയുന്ന ഈ ഒരു മഹത്തായ പ്രസ്ഥാനം, അത് നമ്മളുടെ ജീവനും ജീവിതവുമാണ്. എന്നും പറയുന്നത് പോലെ തന്നെ ഇപ്പോഴും അടിയുറയിട്ട് നമ്മൾ അത് വിശ്വസിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനി നമുക്ക് വേണം. നമ്മൾ എന്ത് പ്രതിസന്ധികൾ തരണം ചെയ്താലും അത് നമ്മൾ തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. കാരണം ഒരുപാട് പാവപ്പെട്ട ആളുകളുടെ അന്നമാണ് ഈ ഒരു നമ്മുടെ കമ്പനി. അതിലുപരി ഒരുപാട് പേര് വഴിയാധാരാകും ഈ ഒരു കമ്പനിയിലൂടെ മുന്നോട്ട് ഇത് പോയില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ പൈസ പോയതിലല്ല, മറിച്ച് നമ്മളെ വിശ്വസിച്ച് വന്നിരിക്കുന്ന ആളുകളുടെ ഇൻകം പോകരുത്. അതിലുപരി നമ്മളുടെ ഓരോരുത്തരുടെയും വരുമാന മാർഗം തടസ്സപ്പെടരുത്. ചെറിയൊരു പ്രതിസന്ധി എന്നുള്ള ആ ഒരു ഘട്ടം മാത്രമാണിത് എന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുക. കാരണം ഇപ്പൊ ഞാൻ ഇരിക്കുന്നത്, നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിലാണ്. നമ്മളുടെ ED കേസിന്റെ അനുബന്ധമായിട്ട് നമ്മളുടെ അഡ്വക്കേറ്റിനെ കാണാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോ ശ്രീന മേഡം, ശുഭ സാറും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ അഡ്വക്കേറ്റുമായിട്ട് ഒത്തിരി നേരം സംസാരിച്ചിരുന്നു കേസിന്റെ കാര്യങ്ങളൊക്കെ. അതൊക്കെ ശരിക്കും സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. കൂടുതൽ കാര്യങ്ങൾ നമ്മളുടെ ശ്രീന മേഡം നിങ്ങളോട് സംസാരിക്കും. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ്. ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും എനിക്കിപ്പോ വളരെ അഭിമാനത്തോടു കൂടി നിങ്ങളോട് പറയാൻ സാധിക്കുന്നത്, നമ്മൾ ഒരു കുടുംബം തന്നെയാണ്. അന്നും ഇന്നും നമുക്കറിയാം, ഒരു 9ഓളം മാസമായി ഇപ്പോ നമ്മൾ ഈ ഒരു പ്രശ്നത്തിൽ, ഈ ഒരു പ്രതിസന്ധിയിൽ നമ്മൾ ആയിട്ട്. ഇപ്പോൾ പോലും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഒരുമിച്ച് പോരാടുകയാണ്. ഞങ്ങൾ കുറച്ചു പേര് മുമ്പിൽ നിൽക്കുന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് ഞങ്ങൾക്കുള്ള ഒരു ഊർജം, ഇതിൽ പ്രവർത്തിക്കാനുള്ള ഒരു കരുത്ത്, ശക്തി നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മാസങ്ങളായിട്ടും ഒരുവിധ തളർച്ചയുമില്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനൊക്കെ നമുക്ക് ഫലം കണ്ടു തുടങ്ങിയപ്പോ, ഇനിയിപ്പോ കാണാൻ പോകുന്നതേ ഉള്ളൂ.
നമുക്കറിയാം നമ്മുടെ പ്രിയങ്കരനായ പ്രതാപൻ സാറ് ഇപ്പോ ജയിലിലാണ്. പക്ഷെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ പുറത്തിറക്കണം നമുക്ക്, അല്ലെ? നമുക്ക് വേണ്ടിയാണ് അദ്ദേഹം അവിടെ കിടക്കുന്നത്, നമുക്ക് ഓരോരുത്തർക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കോർട്ട് വഴിയാണ് എല്ലാം ക്ലിയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ കൂടുതൽ അഭിമാനിക്കാം. ഇത്രയും നാളും നമ്മളുടെ കമ്പനി എന്തായിരുന്നോ, എങ്ങനെയായിരുന്നോ, അതുക്കും മേലെ എന്ന് തന്നെ പറയാം. നമ്മൾ തിരിച്ചു വരും പൂർവാധികം ശക്തിയോടുകൂടി. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന ഒരു കുടുംബമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി. ശരിക്കും ഈ ഒരു കമ്പനി തിരിച്ചു വരുന്നതോടുകൂടി അതൊരു ശരിക്കും കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോകം അറിയപ്പെടുന്ന ഒരു വൻ ചരിത്രമായിട്ട് മാറും നമ്മുടെ കമ്പനി. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരു പറ്റം ലീഗൽ ടീംസ് ഒരുമിച്ച് നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ പോരാടുന്നത്. എല്ലാ ലീഗൽ പോയിന്റുകളും അടച്ചുകൊണ്ട് പൂർവാധികം ശക്തിയോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സമയത്ത് നിങ്ങളോട് പറയുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്നിരിക്കുന്നത്. കാരണം നമ്മുടെ കേസിന്റെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അടുത്ത് തന്നെ നമുക്ക് നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ. ഇപ്പോ ഇത്രയും നാള് നമ്മൾ കേസ് നടത്തുകയും ഒരുപാട് സംഭവ വികാസങ്ങൾ അതിന്റെ ഇടയിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും നമുക്ക് തുറന്നു പറയാൻ സാധിക്കില്ല. പക്ഷേ ഇപ്പോ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇനി മുതല് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനായിട്ട് സാധിക്കും. ഇന്ന് മുതൽ നമ്മൾ അതിനുള്ള ഒരുക്കത്തിലാണ്. അതിന്റെ ഒരു സന്തോഷാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ശരിക്കും നമ്മളുടെ ഈ ഒരു പ്രയത്നം ഫലം കണ്ടു തുടങ്ങി എന്നുള്ളതിന്റെ ഒരു ഹാപ്പിനെസ് ആണ് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ കേസിന്റെ കുറെ ഡീറ്റെയിൽസ് ഉണ്ട്. അത് നമ്മളുടെ മാഡം സംസാരിക്കും. അതുകൊണ്ടാണ് ഞാൻ അത് കേസിലേക്ക് അധികം പോവാത്തത്. നമുക്കറിയാം ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും. ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്, വിളിക്കുന്നവരൊക്കെ അവരുടെ പ്രയാസങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ എന്നാ പോലും അവിശ്വാസമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആരും പറയുന്നില്ല എന്നുള്ളതാണ് ഇത്രയും നാളായിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഫണ്ട്, കേസിന്റെ ആവശ്യങ്ങൾക്ക് ഇതിന് മുന്നോട്ട് അതൊക്കെ ശരിക്കും നമ്മളുടെ കേസിന് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് നീട്ടുന്നില്ല. നമുക്ക് അപ്ഡേഷൻ അറിയണം, അല്ലെ? എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ധൈര്യമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നമ്മൾ ഏകദേശം നമ്മളുടെ നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഉറച്ചു വിശ്വസിക്കുക. അതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു നിങ്ങളോട് 100% കോൺഫിഡൻസോടുകൂടി ശക്തമായിട്ട് തന്നെ നമുക്ക് തിരിച്ചു വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ തന്നെ കേൾക്കാം. അതിനു മുമ്പ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ഷിബു സാറ് 2 വാക്ക് നിങ്ങളോട് സംസാരിക്കും. അദ്ദേഹത്തെ വളരെ ആദരപൂർവം ഞാൻ ഈ സൂമിലേക്ക് ക്ഷണിക്കുന്നു. ഷിബു സാർ, പ്ലീസ് വെൽക്കം. സംസാരിക്കല്ലേ? ഹലോ, നമസ്കാരം. കേൾക്കാലോ അല്ലേ? ഒത്തിരി സന്തോഷം. കുറെ ദിവസങ്ങൾ കൂടിയാണ് നമ്മൾ
എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു സൂം വയ്ക്കുമ്പോൾ നമ്മൾ വെറുതെ പറഞ്ഞുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ മാത്രം പറയാതെ, ഇപ്പം ആളുകളൊക്കെ പറയുന്നുണ്ട് ദേ വന്ന് തള്ളു തുടങ്ങി. ഇപ്പം ഞാൻ കയറിയപ്പോഴും ഒരുപക്ഷെ ആൾക്കാർ പറയും അതെ തള്ളാൻ വേണ്ടി വന്നിട്ടുണ്ടെന്ന്. ശരിയാണ്, ചിലരെ സംബന്ധിച്ചിടത്തോളം അത് തള്ളു തന്നെയാണ്. അവർ തൽക്കാലം ആ സൈഡിൽ നിൽക്കട്ടെ. എന്നാൽ മറ്റ് ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവവായുവാണ്. കാരണം ആത്മാർത്ഥതയോടെ ഹൈറിച്ച് ഏറ്റെടുത്ത ഒരാളും പറയില്ല നമ്മുടെ സൂം മീറ്റിങ്ങിൽ നടക്കുന്നത് തള്ളാണെന്നുള്ളത്. ആരും എന്തും പറഞ്ഞോട്ടെ, നമുക്ക് പരസ്പരം അറിയാം. ഒരു കാലത്ത് ദൈവം എന്ന് വിളിച്ച് വിശേഷിപ്പിച്ചിരുന്നവര്, ഒരു കാലത്ത് എൻ്റെ ലീഡറാണ് എനിക്കെല്ലാം എന്ന് തൊള്ള തുറഞ്ഞ് പരസ്യമായി ഏറ്റുപറഞ്ഞിരുന്നവര് ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം മാറ്റി പറയുന്നത് നമ്മൾ കണ്ടതാണ് അല്ലെ. കഴിഞ്ഞ 8-9 മാസം നമ്മുടെ ലൈഫിൽ നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിച്ചതാണ്, നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ കണ്ടതാണ്. ഷമീന മേഡം പറഞ്ഞ പോലെ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ ഡൽഹിയിലാണ്, ഞങ്ങൾ 3 പേരുണ്ട് ഇവിടെ. രാജധാനി അല്ലേ, രാജധാനിയിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് കരുതിയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പൊ ഈ വീഡിയോ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ വീഡിയോയിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ചിലരൊക്കെ ദിവാസ്വപ്നം കണ്ടിരുന്നു. ആ ലീഡർ പിണങ്ങിപ്പോയി, ഈ ലീഡർ ഹൈവിച്ച് വിട്ടുപോയി, മറ്റൊരു ലീഡർ വേറൊരു കമ്പനി തുടങ്ങി, ഇനി 4ാമത് വേറൊരു ലീഡർ വേറൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. അങ്ങനെയുള്ള ലീഡർമാർ ഈ കമ്പനിയിലുണ്ട്. കാരണം അതുപോലത്തെ ട്രെയിനിങ് എവിടെ നിന്ന് കിട്ടിയേക്കുന്നേ. ഒപ്പം ചിലരൊക്കെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം നടത്തിയപ്പോൾ പറഞ്ഞു, ആ ഷിബു എന്നൊരാൾ പുതിയൊരു കമ്പനി തുടങ്ങി. യെസ്, എൻ്റെ കമ്പനിയാണിത്, ഈ കമ്പനിയിലൂടെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഹൈറിച്ച് എന്ന ഒരൊറ്റ കമ്പനി മാത്രം. ഇന്ന് ഈ നിമിഷം വരെ മറ്റൊരു കമ്പനിയെ പറ്റി ചിന്തിക്കുകയോ മറ്റൊരു കമ്പനി തുടങ്ങുകയോ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹി വന്നപ്പോൾ ചില സുഹൃത്തുക്കൾ, അങ്ങനെ തന്നെ നമുക്ക് പറയാം അല്ലെ, ചില സുഹൃത്തുക്കൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, ഞങ്ങളെയല്ല നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും, ഈ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ, 2 ആട്ടിൻകുട്ടികളെ തമ്മിലടിപ്പിക്കുന്ന ചെന്നായിയുടെ ഉദ്ദേശം നമുക്കറിയാം എന്തിനാണ്. ചെന്നായിക്ക് രക്തം കുടിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ പോലെ ചില ചെന്നായിക്കള് നമ്മളുടെ ഇടയിലും പുറത്തുമുണ്ടായിരുന്നു. അവർ പറഞ്ഞു ദേ ഇവരും പുതിയ കമ്പനി പോയി. ഫോട്ടോസ് കണ്ടപ്പോൾ ആൾക്കാർ കരുതി ശരിയായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾ എവിടെയും പോയിട്ടില്ല, വേറൊരു കമ്പനിയിലേക്ക് പോയിട്ടില്ല. ഇന്ന് ഹൈറിച്ച് എന്ന ഒരു വികാരത്തോടെയും ഒരു വിചാരത്തോടെയും മാത്രമാണ്, ഹൈറിച്ചിന്റെ ഒരു തിരിച്ചുവരവിന് വേണ്ടി, അല്ലെങ്കിൽ ഹൈറിച്ച് പൂർവാധികം ശക്തിയോടെ പ്രവർത്തിക്കുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കൊത്തിരി സന്തോഷം. നമ്മളെ നഖശിഖാന്തം എതിർക്കുന്ന ചിലരിപ്പത്തെ ഈ വീഡിയോയിൽ കയറിയിരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ആണത്തത്തെ വെല്ലുവിളിച്ചു വന്നിരുന്ന ചിലരൊക്കെ ഉണ്ടായിരുന്നു. അവൻ ആണാണെങ്കിൽ അങ്ങനെ കാണിക്കട്ടെ, അവൻ ആണാണെങ്കിൽ ഇങ്ങനെ കാണിക്കട്ടെ, അവർ പെണ്ണാണെങ്കിൽ അങ്ങനെ കാണിക്കട്ടെ. ഈ പറയുന്ന ആളുകള് ഈ സൂമിൽ ഇപ്പൊ കയറിയിരിക്കുന്ന മറ്റൊരുത്തിന്റെ പേരില്ല. വല്ല മനസ്സിലായോ? ഈ പറയുന്നവര് സ്വന്തം ഐഡന്റിറ്റി ഇല്ലാതെ ഈ സൂമിൽ ഇപ്പൊ കയറിയിരിക്കുന്ന വേറൊരുത്തിന്റെ പേരില്ല. എന്തിനാടോ? കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചത് തന്നെയാ അല്ലെ, എന്തിനാ? പറയുന്ന കാര്യങ്ങളിൽ ഒരല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ സ്വന്തം പേരിൽ വാ, ഞങ്ങൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാം. കാരണം ഇത് ലോകം മുഴുവൻ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുക, ലോകത്തുള്ള പല സ്ഥലങ്ങളിലും 98 രാജ്യങ്ങളിൽ ഹൈറിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ആ 98 രാജ്യങ്ങളിലും ഇന്നും ഇരുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. നമ്മുടെ ഓരോ യൂട്യൂബും ഓരോ മീറ്റിങ്ങുകൾ കഴിയുമ്പോഴും 20,000, 30,000, 40,000 ആളുകൾ കാണുന്നത് ഹൈറിച്ചിന്റെ മെമ്പേഴ്സ് ആണ്. അല്ലാതെ 12 പേരെ വെച്ച് നിങ്ങൾ തുടങ്ങിയ വാട്സപ്പ് ഗ്രൂപ്പില് നെഗറ്റിവിറ്റി പറഞ്ഞ് ഞങ്ങളുടെ ആൾക്കാരെ വിളിച്ചു കയറ്റുന്ന പോലെയല്ല ഈ സംഭവം. മനസ്സിലായല്ലോ? ഈ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പില്, ഞാനിത് പറയുന്നത് ഈ ഹൈറിച്ചിലെ സാധാരണക്കാരോടാ, ഈ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പില് ഹൈറിച്ചിൽ ഇല്ലാത്ത 10-12 പേരേ ഉള്ളൂ, ശമ്പളത്തിന് ജോലി ചെയ്യുന്നവര്. കഴിഞ്ഞ ദിവസം ഒരാളുടെ വീഡിയോ ഒക്കെ നമ്മൾ കേട്ടാണ്, ഓഡിയോ നമ്മൾ കേട്ടാണ്, 1 ലക്ഷം രൂപ. അപ്പൊ എന്നോട് പറഞ്ഞു, ആ വീഡിയോ 12 മിനിറ്റ് പ്ലേ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, കണ്ടോ സത്യമായി പറയട്ടെ സഹോദരൻ, സത്യം തന്നെ അല്ലായിരുന്നോ? ഞാനതിന്റെ ആ പാർട്ട് മാത്രമേ എടുത്ത് കാണിച്ചുള്ളൂ ഇല്ലേ? അതിന്റെ ലാസ്റ്റ് പറയുന്നത് എനിക്ക് 1 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് തന്നെയല്ലേ?
അല്ലെ? ഘോരം ഘോരം ഇന്നലെയും ഇന്നുമായിട്ട് നമ്മളിട്ട വോയിസുകളെല്ലാം കൃത്യമായി അവിടെ എത്തുന്നുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഹൈറിച്ചിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ നോക്കി നിൽക്കുന്ന നാണം കെട്ടവരോട് എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഹൈറിച്ചിന്റെ കോമൺ ഗ്രൂപ്പായ ഹൈറിച്ചിന്റെ കോമൺ വാട്സപ്പ് ഗ്രൂപ്പായ ഹൈറിച്ച് ഇൻഫോ 1, 2, 3 നുഴഞ്ഞു കയറാൻ നോക്കുന്ന ആൾക്കാരാ. തൻ്റെ ഇടമുണ്ടെങ്കിൽ, ഈ പറയുന്ന ആണത്തം, നിങ്ങൾ കൊട്ടിഘോഷിക്കുന്ന ആണത്തമുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് വാ. ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു അഡ്മിനാ. സൗദിയിൽ നിന്ന്, ഇറ്റലിയിൽ നിന്ന്, ദുബായിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം വാട്സപ്പ് നമ്പറിൽ തൻ്റെ ഇടമുണ്ടോ കയറി വരാൻ? എന്നിട്ടാ നിങ്ങൾ വെല്ലുവിളിക്കുന്നല്ലേ? എന്നിട്ടാ വെല്ലുവിളിക്കുന്നേ? അതുകൊണ്ട് അതങ്ങ് വാങ്ങി വെച്ചേരെ. ഓക്കെ, ഇവിടെ വലിയ നേതാക്കന്മാരല്ലെങ്കിലും നേതാക്കന്മാരുണ്ട്. ആത്മാർത്ഥതയുള്ളവര്, മനസ്സാക്ഷിയുള്ളവര്, കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നവര്, അവരൊക്കെ ഈ കമ്പനിയിലുണ്ടെന്ന് ആദ്യമേ മനസ്സിലാക്കുക. ഓക്കെ, ഒത്തിരി സന്തോഷം. ഞാൻ ഒത്തിരി സമയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് എന്നോട് തന്നെ ചെയ്യുന്ന ഒരു ചതിയായി മാറും. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളൂ. നമ്മുടെ പ്രതാപൻ സാർ എത്രയും പെട്ടെന്ന് നമ്മുടെ കൂടേക്ക് എത്തും. നമ്മുടെ CEO നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. ചിലരൊക്കെ ഒരു ദിവാസ്വപ്നം കണ്ടിരുന്നു, ഇതിന്റെ ലീഡേഴ്സ് എല്ലാം തമ്മിൽ തല്ലി ഒന്ന് പിരിച്ചുപോയി. ഇവിടെ അടിയുണ്ടാകും, ഒരു സംശയവുമില്ല. കുടുംബത്തിൽ അടിയുണ്ടാകാറില്ലേ? ചേട്ടൻ അനിയന്മാർ തമ്മിൽ, മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ എന്നെ പിച്ചി എന്നെ മാന്തി അല്ലേ, ഇതൊക്കെ പറയാറില്ലേ? ആ പാത്രത്തിൽ നിന്ന് ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒരു ഭക്ഷണം എടുത്തുകൊണ്ട് പോകുമ്പോൾ അവിടെ അടിയുണ്ടാകും എന്ന് പറഞ്ഞ പോലെ തന്നെയാണിത്. ഈ ഹൈറിച്ച് കുടുംബത്തിൽ ഇവിടെ ഉണ്ടാകും എന്ത് പറയുന്നത് ആശയക്കുഴപ്പങ്ങൾ. പക്ഷെ അത് ഇവിടെ തീരും. പുറത്തു കൊണ്ട് അലക്കാനുള്ളതല്ല, അതിന്റെ ആവശ്യമില്ല. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് CCTV വെച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കേണ്ടിരുന്നിട്ട് കാര്യമില്ല. 8-9 മാസമായാലും ഇരിക്കാൻ തുടങ്ങിയിട്ട് വല്ല കാര്യം ഉണ്ടായോ? സത്യമുള്ളൊരു കമ്പനി അത് അതുപോലെ തന്നെ ഈ നാട്ടിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് ധൈര്യമായിരുന്നുള്ളൂ. കേസുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾ അപ്ഡേഷൻ എല്ലാം ഇപ്പം നിങ്ങളോട് പറയും. വളരെ സന്തോഷം. ഈ ദിവസങ്ങളിൽ ഇന്നലെ ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് എനിക്കൊരു മെസ്സേജ് വന്നു. ഞങ്ങൾ ബോംബെയിലായിരുന്ന സമയത്ത് ഒരു മെസ്സേജ് വന്നു. സത്യം പറഞ്ഞാൽ എന്നെ ഒത്തിരി ആഴത്തിൽ ചിന്തിപ്പിച്ചൊരു മെസ്സേജാണ്. ആ മെസ്സേജിനകത്ത് കൊടുത്തിരിക്കുന്നത് എങ്ങനെയായിരുന്നു? സാറേ, എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ആളുടെ പേരൊക്കെ എനിക്കറിയാം, എൻ്റെ കോൺടാക്ട്സിലുള്ള ആളാണ്. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, ഞാൻ ഉള്ളത് അയക്കുന്നു. എന്നിട്ട് ചെയ്തിരിക്കുന്നത് ഗൂഗിൾ പേ ആണ്. നമ്മുടെ സലാഹുദ്ദീൻ സാറിൻ്റെ അക്കൗണ്ടിലേക്കാണെന്ന് തോന്നുന്നു. 100 രൂപയാണ് അദ്ദേഹം ഗൂഗിൾ പേ ചെയ്തേക്കുന്നത്. 100 രൂപ. ഇനി ഒരൊറ്റ കാര്യോട് ഞാൻ പറഞ്ഞോട്ടെ, ഇതാണ് ഹൈറിച്ചിന്റെ കരുത്ത്. ഇതാണ് ഹൈറിച്ചിന്റെ ആത്മാവും. നിങ്ങൾ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ, ലീഡേഴ്സ് എല്ലാവരും മാറി നിൽക്കുകയാണ്, ലീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് കിട്ടിയതാണ്. ആണടോ, കോടികൾ ഹൈറിച്ച് തന്നു തന്നെയാണ്. ലക്ഷങ്ങളും കോടികളൊക്കെ ഹൈറിച്ച് തന്ന അത് കള്ളപ്പണമെന്നല്ല നിങ്ങൾ പറയുന്നല്ലേ. ബാങ്ക് വഴിയാണ് ഹൈറിച്ച് തന്നത്. അതൊക്കെ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ആളുകളുടെ കൂടെ ആവശ്യത്തിന് ലക്ഷങ്ങൾ ഞങ്ങൾ ചെലവഴിച്ചിട്ടുമുണ്ട്. അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കുടുംബത്തിലേക്ക്, ഈ കുടുംബാംഗങ്ങളിലേക്ക് വെറുതെ വന്ന് കയറാനായിട്ട് നോക്കണ്ട, നടക്കൂല. അപ്പം എനിക്ക് എൻ്റെ സ്നേഹമുള്ള കുടുംബാംഗങ്ങളോട് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. പൂർവാധികം ശക്തിയോടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് നിൽക്കുക. പല ആളുകളും പലതും പറഞ്ഞു വരും. നമ്മുടെ കമ്പനിയിലെ മുൻ ലീഡേഴ്സ് വരും ഹൈറിച്ചിനെ പൂട്ടി. കാരണം ഹൈറിച്ച് ഇല്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പുള്ളൂ എന്ന് ഈ ദിവസങ്ങളിൽ അവരൊക്കെ മനസ്സിലാക്കി തുടങ്ങി. അതുകൊണ്ട് ഇപ്പം ഒരു പാലം ഇങ്ങിട്ടുകൊണ്ടിരിക്കുക. എല്ലാവരും തിരിച്ചു വരും. നിങ്ങൾക്ക് വഴിതെറ്റത് എത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, എനിവേ ഒത്തിരി സന്തോഷം. ഈ ഒരു ദിവസം നിങ്ങളുമായിട്ട് കാണാൻ പറ്റിയതിലും അടുത്ത ദിവസം ഒത്തിരി സന്തോഷ വർത്തമാനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. ഹായ്, നമ്മള് എന്തായാലും ശിവസാറിന്റെ വാക്കുകൾ കേട്ടു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ പോലും
ഒരുപാട് പിന്നിൽ നിന്ന് കുത്താനായിട്ട് ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വെല്ലുവിളികളൊക്കെ നമ്മൾ ഏറ്റെടുക്കുകയാണ്. അത് ആദ്യം മുതലേ അങ്ങനെ തന്നെയായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും തളരില്ല, തകർക്കില്ല, അല്ലെ? നമ്മൾ ഓരോരുത്തരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അറിയേണ്ടത് നമ്മളുടെ കേസിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് ഇന്ന് നമ്മളുടെ പ്രിയങ്കരിയായ CEO ശ്രീന മാഡം ഓക്കെ, റെഡിയാണ് എല്ലാവരും? അപ്പൊ നമുക്ക് ശ്രീന മാഡത്തിന്റെ വാക്കുകൾ കേൾക്കാം. ശ്രീന മാഡം, പ്ലീസ് വെൽക്കം. ഹായ് മൈ ഡിയർ ലീഡേഴ്സ്, മൈ ഫാമിലി മെമ്പേഴ്സ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ വരെ എൻ്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും എൻ്റെ മുഖവുമാണ് നിങ്ങൾ കണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ മനസ്സ് നിറഞ്ഞ് ചിരിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ആ ചിരിക്ക് പിന്നിലൊരു കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ന് ഞങ്ങൾ ഡൽഹിയിൽ വന്നിരിക്കുകയാണ്. അതിന് മുന്നും ഒരു 1.5 ആഴ്ച മുന്നും ഞാൻ ഡൽഹിയിൽ വന്നിരുന്നു. അഡ്വക്കേറ്റ്സ് പറഞ്ഞ ഡാറ്റാസ് എല്ലാം കൊടുത്തിരുന്നു. അത് വെച്ച് അഡ്വക്കേറ്റ്സ് പഠിച്ചിരുന്നു. ഏകദേശം അന്ന് 2 ദിവസം ഞാൻ മൊത്തമായി ഇരുന്ന് അവർക്ക് അതിന്റെ പ്ലാനും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തിരുന്നു. ഒപ്പം നമ്മുടെ CS-ഉം ഓഡിറ്ററും മുംബൈയിൽ നിന്ന് വിളിച്ച് അഡ്വക്കേറ്റ്സിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാന് വന്നപ്പോ നമ്മുടെ പ്രിയങ്കരിയായ, അതായത് ഒരു വലിയൊരു അഡ്വക്കേറ്റാണ് നമ്മുടെ അഡ്വക്കേറ്റ്, ഡൽഹിയിലെ ഏറ്റവും പേരെടുത്ത ഒരു സീനിയർ ഡെസിഗ്നേറ്റഡ് അഡ്വക്കേറ്റാണ്. ആ അഡ്വക്കേറ്റിന്റെ വാക്കുകൾ ഇന്ന് വന്നത്, നിങ്ങളുടെ കമ്പനി എങ്ങനെ പണിച്ചേനാവും. ഞാൻ നിങ്ങളുടെ ബിസിനസ് പഠിച്ചു, CS-ഉം ഓഡിറ്ററും എല്ലാമായി ഞാൻ സംസാരിച്ചു. ഇത് എവിടെയാണ് തെറ്റിദ്ധരിക്കപ്പെട്ടത്? പക്ഷെ ഞാൻ പഠിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിടത്തോളം, നിങ്ങളുടെ ബിസിനസ് ഒരിക്കലും ഇത്തരം കാറ്റഗറിയിൽ പെടുന്നതല്ല. അതുകൊണ്ട് ശ്രീനയ്ക്ക് ഞാൻ ഒരു വാക്ക് തരാം, 100% ഉറപ്പായിട്ടും ഈ കമ്പനി ഞാൻ തിരിച്ചു കയ്യിൽ തന്നിരിക്കുന്നു. ആ വാക്ക് കേട്ടതും എൻ്റെ കണ്ണിലെ കണ്ണീരൊക്കെ അങ്ങ് കയറിപ്പോയി. കാരണം ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ CS അങ്ങ് മുംബൈയിൽ നിന്ന് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. കാരണം ഒരു 1 കൊല്ലം മുന്നേ വരെ ആളാണ് നമ്മുടെ ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ മറ്റു വ്യക്തികളെ ഏൽപ്പിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ അവരെ വിളിക്കുകയും ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. അവരുടെ നിർദ്ദേശം പ്രകാരമാണ് നമ്മൾ പല പ്ലാനുകളും കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നത്. അപ്പോൾ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഡയറക്റ്റ് അഡ്വക്കേറ്റ്സിനെ വന്ന് കാണണം എന്നും പറഞ്ഞിരുന്നു. എൻ്റെ ആ ഒരു ആവശ്യപ്രകാരം അവർ വരികയും അഡ്വക്കേറ്റ്സായിട്ട് സംസാരിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അങ്ങനെ ഇപ്പൊ നമ്മുടെ ശ്രീകുമാർ സാർ ആവട്ടെ, ഡൽഹിയിലെ ബീന മാധവ് മാഡം ആവട്ടെ, എല്ലാവരും 100% കോൺഫിഡൻ്റ് ആയി. അതിനെ ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ. ഒപ്പം നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റാവുന്ന വാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 100% ഉറപ്പായിട്ടും ഞാൻ ഈ കമ്പനിയെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. അതിന് എൻ്റെ ഒപ്പം കട്ടക്കി കൂടെ ഒരു പറ്റം ലീഡേഴ്സ് ഉണ്ട്. പലരും ഇവിടെ താഴെ തട്ടിലുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ച് ആ ഗ്രൂപ്പിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ലീഡേഴ്സൊക്കെ പല കമ്പനിയിൽ പോയി, പലരും ഇവിടെ ഇല്ല, അവിടെ അടി നടക്കണം. എന്തിനാ ഞങ്ങളുടെ വീട്ടിലേക്ക് CCTV വെച്ചിരിക്കണേ? അപ്പോ ആ CCTV വെച്ചിരിക്കണത് എന്താണെന്ന് അറിയാലോ എല്ലാവർക്കും. കാരണം ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടോ എന്ന് അറിയാനാണ്. പൊന്നു സുഹൃത്തുക്കളെ, ഇവിടെ ഒന്നുമില്ല. ഞങ്ങളെല്ലാവരും ഒന്നാണ്, ഞങ്ങളുടെ കമ്പനിയും ഒന്നാണ്.
എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഏകദേശം ഒരു 16ഓളം കോൺഫറൻസ് മീറ്റിങ്ങുകൾ നടത്തി, 16ഓളം ടീമിലേക്ക്. അവിടെ നിന്നെല്ലാം എനിക്ക് മനസ്സിലായ കാര്യം, എല്ലാവർക്കും ഹൈറിച്ചിനെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ മറ്റു കമ്പനിയെ പോലുള്ള ലീഡേഴ്സ് ആരും തിരിച്ചു വരാകില്ല. അവർക്കൊക്കെ ഹൈറിച്ച് വന്നാൽ മതി. അതിനുവേണ്ടി ഹൈറിച്ചിന് വേണ്ടി അവരും ഫണ്ട് കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ കമ്പനിയിൽ HR ആർമി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരും നല്ല രീതിയിൽ നല്ല മാതിരി അവരും ഫണ്ട് കളക്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട്. അവരത് കറക്റ്റാക്കി തന്നെ പിടിച്ചിരിക്കുകയാണ്, സൂം മീറ്റിങ്ങുകളും മറ്റൊക്കെ നടത്തിയിട്ട് കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്. പിന്നെ എന്തിനാ ഇങ്ങനെ മറ്റുള്ളവർ ഇവിടേക്ക് ചകഞ്ഞു നോക്കുന്നത്? കാരണം എന്താണെന്നറിയോ? ഇവിടത്തെ നമ്മുടെ കൂട്ടായ്മ തന്നെ എങ്ങനെ നോക്കിയിട്ട് ഇത് തകർന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം. അപ്പോൾ അതൊക്കെ അവരുടെ കയ്യിലിരിക്കുള്ളൂ, ആ സങ്കടമൊക്കെ. നമ്മുടെ കമ്പനിയെ നമ്മൾ തകർക്കില്ല, നമ്മൾ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് കൊണ്ടുപോകും. ഞാനും പ്രദാസ് സാർ എന്നും നിങ്ങളുടെ അച്ഛനും അമ്മയും തന്നെ ഇവിടെ ഉണ്ടാവും. അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 25 ലാക്കാണ് നമുക്ക് കേസിന് ആവശ്യമുള്ളത്. എൻ്റെ കുട്ടികളെല്ലാവരും ഈ ചുരുങ്ങിയ 1-1.5 ദിവസം കൊണ്ട് ഏകദേശം എനിക്ക് 9 ലക്ഷം രൂപയ്ക്ക് മേലെ എത്തിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഇപ്പോഴും ഹൈറിച്ചിന്റെ തിരിച്ചുവരവ് വിശ്വസിക്കുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ 1.5 ദിവസം കൊണ്ട് 9 ലക്ഷം രൂപ ഉണ്ടാക്കിയത്. കാരണം ഹൈറിച്ചിന്റെ വരുമാനം നിലച്ചിട്ട് ഏകദേശം 8 മാസത്തോളം എല്ലാവർക്കും കഴിഞ്ഞു. എനിക്കറിയാം പലരുടെ ലോണും കാര്യങ്ങളൊക്കെ മുടക്കാണ്, മറ്റുള്ള കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല. പക്ഷെ ഈ സാഹചര്യത്തിലും എന്നെ സഹായിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയെ സഹായിക്കാൻ, നമ്മുടെ ഫാമിലിയെ സഹായിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇവിടെ കട്ടക്കി നിന്നു. പലരും മറ്റു കമ്പനിയിൽ പോയി എന്ന് തെറ്റിദ്ധരിക്കുന്ന ലീഡേഴ്സ് പോലും ഈ ദിവസങ്ങളിൽ എന്നെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൂടെ നിന്നു. അവരൊക്കെ ഞാൻ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ അവരിൽ നിന്ന് വന്ന വാക്കുകൾ, മേഡം, ഹൈറിച്ചിൽ നിന്ന് ആഴ്ചയിൽ നല്ല വരുമാനം വാങ്ങുമ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്നത് പെട്രോൾ കാശ് മാത്രമാണ്. ഇവിടെ നമ്മുടെ കമ്പനി വന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങളും ഒറ്റക്കെട്ടായിട്ട് മാമിൻ്റെ കൂടെ ഉണ്ട്. നമുക്ക് കമ്പനി തിരിച്ചുകൊണ്ട് വരണം, ഞങ്ങളുടെ ടീമിലേക്ക് സൂം മീറ്റിംഗ് വയ്ക്കുന്നുണ്ട്, മാം കയറണം. അങ്ങനെ അവരുടെയൊക്കെ ടീമിലേക്ക് സൂം മീറ്റിങ്ങുകൾ വെച്ചു. ഞാൻ കയറി സംസാരിച്ചു. എല്ലാവരും കൂടെ ഉണ്ട്. ഇനി എല്ലാവരും കട്ടയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചുരുങ്ങിയ 2-3 ദിവസം കൊണ്ട് ഒരു 25 ലാക്ക് നമുക്ക് അറേസ് ചെയ്യണം. അതോടുകൂടി നമ്മുടെ ഹൈറിച്ചിന് വേണ്ടിയുള്ള ഫണ്ട് കളക്ഷനൊക്കെ കഴിഞ്ഞു. ഇനി പിന്നീട് ഞാൻ ആരും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല, കാരണം നമ്മുടെ കേസ് ഫൈനൽ സ്റ്റേജിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കേസിന് 408 ആയിരുന്നു കേസ് നമ്പർ. പക്ഷെ 316 ആകുമ്പോഴത്തേനും കോടതി ടൈം കഴിഞ്ഞ കാരണം നമ്മുടെ കേസ് എടുക്കാൻ വൈകിപ്പോയി. നെക്സ്റ്റ് ഡേറ്റ് നമുക്ക് അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രം ഞാൻ നിങ്ങളോട് നേരിൽ വന്ന് പറയാം. ഡൽഹിയിലെ കേസ് ഇന്ന് നമ്മൾ ഫയൽ ചെയ്തു. ഇന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നിങ്ങളുടെ വന്ന ഫണ്ടിൽ നിന്ന് ഏകദേശം ഒരു 8 ലക്ഷം രൂപ എന്ന് ഞാൻ മാഡത്തിന് കൊടുത്തിട്ട് അഡ്വാൻസ് ആയി കൊടുത്ത്, ബാലൻസ് എമൗണ്ടിന് നമ്മുടെ കമ്പനിയിലെ തന്നെ 2 ലീഡേഴ്സിൻ്റെ ചെക്ക് നമ്മൾ ആൾക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയും ചെയ്തു, ബാലൻസ് എമൗണ്ടിന്. അപ്പോൾ ആ ലീഡേഴ്സ് പോലും അവരുടെ ചെക്ക് തന്നത് പോലും അത്രയും വിശ്വസിച്ചുകൊണ്ടാണ്, എന്നെയും നിങ്ങളെയൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ്. കാരണം ഈ 2-3 ദിവസം കൊണ്ട് നമ്മൾ ആ ഫണ്ട് റേസ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയാണ് അവരവരുടെ സ്വന്തം ചെക്കുകൾ പോലും ഇപ്പോൾ അഡ്വക്കറ്റിന് കൊടുക്കാൻ തയ്യാറായതും എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അത്രയും എഫേർട്ട് എടുക്കുന്ന ലീഡേഴ്സാണ് നമ്മുടെ കമ്പനിയിലുള്ളത്. പിന്നെ ഒരു ലീഡർ, എനിക്ക് സങ്കടം വന്നു, ആളുടെ സ്ഥലത്തിൻ്റെ ആധാരം എനിക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. മാഡം, ഇത് പണയം വെക്കോ, സ്ഥലം വിൽക്കോ, എന്താണ് മാഡം എന്ന് വെച്ചാൽ എന്നാലും നമ്മുടെ കമ്പനി തിരിച്ചു കൊണ്ടുവരാൻ. മറ്റാരുമല്ല, ആ ലീഡർ നമ്മുടെ ഫിജി സാർ തന്നെയാണ്. അപ്പോൾ അത്രയ്ക്കും നമ്മുടെ കമ്പനി ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളുണ്ട്. പിന്നെ ചെക്കാവട്ടെ നമ്മുടെ ഷിബു സാറും ഷെമിന മാഡമൊക്കെ അത്രയും എഫേർട്ട് എടുത്ത് സ്വന്തം ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതുപോലെ സഹകരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരും കമ്പനിയുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കണം. നമുക്ക് ഒരുമിച്ച് നിന്ന് ഒരു 25 ലാക്സ് ഉണ്ടാക്കി കമ്പനി എങ്ങനെയും പുറത്തേക്ക് കൊണ്ടുവരണം. ഒപ്പം പ്രതാപൻ സാറിൻ്റെ ബെയിലാണ് ഈ വരുന്ന 2-ാം തീയതി. അവിടെയും അഡ്വക്കറ്റ് ഏകദേശം അല്ല, ഒരു 99% പറയുന്നുണ്ട് പ്രതാപ് സാറിനെ പുറത്തെടുക്കാൻ പറ്റുന്നു.
അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതാപ് സാറിനെതിരെ ഇട്ടിട്ടുള്ള ഗ്രൗണ്ടിലെ 5 അലിഗേഷൻസിനും കറക്റ്റായിട്ടുള്ള റിപ്ലൈ കോടതിക്ക് കൊടുക്കാനായിട്ട് അഡ്വക്കറ്റിന് സാധിക്കും എന്നൊരു ഉറപ്പ് അഡ്വക്കറ്റ് പറയുന്നുണ്ട്. ഒപ്പം ഒരു 80 കോടി രൂപ വിദേശത്തേക്ക് മാറ്റി എന്ന് പറഞ്ഞിട്ടൊരു അലിഗേഷൻസിലായിരുന്നു ആ അറസ്റ്റ്. ആ 80 കോടി നമ്മുടേതല്ല, അത് ഈ ഒരു എക്സ്ചേഞ്ചിലേക്ക് നമ്മുടെ 23 ലീഡേഴ്സ് വിറ്റ പൈസ ആ എക്സ്ചേഞ്ചുകാരൻ ആളുടെ മറ്റുള്ള എക്സ്ചേഞ്ചുകളിലേക്ക് കൊടുത്ത് കൈമറിഞ്ഞു പോയതാണ് എന്നുള്ള സത്യം ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ പുറത്തു വന്നിട്ടുണ്ട്. അത് ആളുടെ തന്നെ എക്സ്ചേഞ്ച് ആയിരുന്നു. അപ്പോൾ അവിടെയും നമ്മുടെ നിരപരാധിത്വം ഏകദേശം തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബഡ്സ് കേസിന്റെ ഡേറ്റ് അത് ലൈറ്റായിട്ടാണ് സൈറ്റിൽ കാണിക്കുന്നത്. പക്ഷെ അഡ്വക്കേറ്റ് പറഞ്ഞത് അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, അത് മാറി മറിഞ്ഞു വരും, അത് പറയാം എന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഏകദേശം ഒരു അടുത്ത ദിവസത്തേക്ക് അർജന്റായിട്ട് കേസ് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അഡ്വക്കേറ്റ് അത് റിക്വസ്റ്റ് ഇടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യും. നിങ്ങൾക്കറിയാലോ ഡെസിഗ്നേറ്റഡ് അഡ്വക്കേറ്റാണ് ശ്രീകുമാർ സാറ്. ആള് നമ്മുടെ കേസ് ഏകദേശം ആൾക്ക് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് ആള് നമ്മുടെ കേസ് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും നമുക്കൊരു പ്ലസ് പോയിന്റ് ആണ്. ഇപ്പോൾ കമ്പനിയെ സഹായിക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ടീമുകൾ ഇവിടെ ഉണ്ട്. എല്ലാവരുടെ പേരെടുത്ത് പറയാൻ ബുദ്ധിമുട്ടാണ്, കാരണം ചിലരുടെ പേര് വിട്ടുപോയി കഴിഞ്ഞാൽ അത് അവർക്ക് വിഷമാണ്. അതുകൊണ്ട് എല്ലാ ടീമും ഹൈറിച്ചിന്റെ കൂടെ തന്നെ ഉണ്ട്. ഒപ്പം എനിക്ക് തോന്നുന്നു ഈ പരസ്പരമുള്ള കുഞ്ഞു കുഞ്ഞു വഴക്കുകൾ ഹൈറിച്ചിനെ സ്നേഹിക്കൽ കൂടിയിട്ടാണെന്ന് തോന്നുന്നു. കാരണം ഹൈറിച്ചിനെ ഒരുപാട് സ്നേഹിക്കുമ്പോൾ അതിനെ മറ്റാരെന്തെങ്കിലും പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ആ ഒരു ചെറിയ പിണക്കങ്ങളാണ് ഇന്ന് നമ്മുടെ കമ്പനിയിൽ നടക്കുന്നത്. അത് കമ്പനിയോടുള്ള ഇഷ്ടം കൂടുതലായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് എനിക്കോ പ്രതാപ് സാറിനോ യാതൊരു സങ്കടങ്ങളും ഇല്ല. അതുപോലെ തന്നെ ഇപ്പൊ മറ്റു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ലീഡേഴ്സിനോടും എനിക്കും പ്രതാപ് സാറിനും യാതൊരു വിഷമമില്ല. കാരണം അവരും അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൊണ്ടാണ് മറ്റൊരു കമ്പനി തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഹൈറിച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഇനിയിപ്പോൾ ഹൈറിച്ച് ഓപ്പൺ ചെയ്യുന്ന ഈ സമയത്ത് പോലും, ഈ ഒരു യാത്രയിൽ പോലും അവരുടെ ഭാഗത്തു നിന്നുള്ള കൈത്താങ്ങും കാര്യങ്ങളും ഇന്നും വിളിക്കലും അപ്ഡേഷൻ ചോദിക്കലും എല്ലാവരും കമ്പനിയോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, ഇവിടുന്ന് ലീഡേഴ്സ് എവിടെയും പോയിട്ടില്ല, എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. പലരും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, ലീഡേഴ്സ് ഇട്ടുപോയി ഇനി നിങ്ങൾ പൊക്കോ. വെറും നിങ്ങളുടെ ഇടയിൽ എങ്ങനെ അടി ഉണ്ടാക്കുക, എങ്ങനെ നിങ്ങളെ കൊണ്ട് എഫ്ഐആർ ഇടിയിക്കുക, ഇതൊക്കെയാണ് നമുക്കെതിരെ കളിക്കുന്ന പിന്നിലുള്ള വ്യക്തികളുടെ ഉദ്ദേശം. ഇന്ന് പോലും ഞാൻ നാഷണൽ പ്രൊമോട്ടർ ഗ്രൂപ്പിലിട്ട ഒരു വോയിസ്, ആ വോയിസ് പോലും കറങ്ങി തിരിഞ്ഞ് നെഗറ്റീവ് ഗ്രൂപ്പിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അതായത് ശ്രീന മാഡം പറയുന്നത് അവരുടെ സ്വത്തും അതുപോലെ തന്നെ ലീഡേഴ്സിന്റെ സ്വത്തും പ്രൊട്ടക്ട് ചെയ്യണം, അപ്പൊ ജനങ്ങളെ അല്ലാന്ന്. പക്ഷെ ഞാൻ ആ വോയിസിൽ എടുത്തു പറയുന്നുണ്ട് നമ്മുടെ കമ്പനി തിരിച്ചുകൊണ്ട് വരണം, തിരിച്ചുകൊണ്ട് വന്നേ പറ്റൂ എന്ന്. നമ്മുടെ കമ്പനി തിരിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങളെല്ലാവരും ആണ്, നിങ്ങളുടെ എല്ലാവരുടെ ലൈഫാണ്. ഒപ്പം ഞാൻ പറഞ്ഞ ആ വാക്കുകൾ ലീഡേഴ്സ് ഒപ്പം നിൽക്കണം. കാരണം ഈ കമ്പനിയെ കൂടുതലായി ബാധിക്കുന്നത് മുൻനിരയിൽ നിൽക്കുന്ന ഒരു പറ്റം ലീഡേഴ്സിനെ ആയിരിക്കും ഇത് കൂടുതലായി ബാധിക്കുക. അതുകൊണ്ട് ലീഡേഴ്സ് എല്ലാവരും ഈ സമയത്ത് ആക്റ്റീവായി കൂടെ നിന്നേ പറ്റൂ കമ്പനിയുടെ കൂടെ. ഒപ്പം ഈ ലീഡേഴ്സിന്റെ കൂടെ വന്നിട്ടുള്ള വ്യക്തികളാണ് ഹൈറിച്ചിലുള്ള സാധാരണക്കാരായ മറ്റു വ്യക്തികളെല്ലാവരും. അവരോടും ഈ ലീഡേഴ്സിനെ ഇതേ ഒരു ഇത് വേണം, ഉത്തരവാദിത്തം വേണം. കാരണം അവരിലൂടെ വന്ന് കമ്പനിയിലുള്ള ഒരുപാട് ജനങ്ങള് കമ്പനിയിലുണ്ട്, അവരിലൂടെ വന്നിട്ടുള്ളവര്. അപ്പോൾ ഈ കമ്പനി തുറന്നാൽ മാത്രമേ ലീഡേഴ്സിനായാലും അവരുടെ കൂടെ അവരുടെ താഴേക്ക് വന്നിട്ടുള്ള വ്യക്തികൾക്കായാലും ജീവിതവും സമാധാനവും ഒക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ ഈ കമ്പനി തുറക്കാനായിട്ട് ലീഡേഴ്സ് എല്ലാവരും ഈ സാഹചര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്നേ പറ്റൂ. എന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം, കുറച്ച് മെയിൻ ലീഡേഴ്സ് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. കുറച്ച്, അത് വിരലിൽ എണ്ണാവുന്ന കുറച്ച് ലീഡേഴ്സ്. അവരും കൂടിയും ഈ കാര്യത്തിൽ സഹകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന 25 ലാക്ക് എന്ന് പറയുന്ന പൈസ വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അത് മാത്രമാണ് എൻ്റെ ആ ഒരു വോയിസിൽ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതുപോലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിവേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുന്നതും എൻ്റെ കരയാത്ത കണ്ണുകളുമായി ചിരിക്കുന്ന മുഖവുമായി നിങ്ങൾ എന്നെ കാണുന്നതും. നിങ്ങൾ എന്നെ അയൺ ലേഡി എന്ന് വിശേഷിപ്പിച്ചിരുന്നു. പക്ഷെ ചിലപ്പോൾ ഇടയിൽ അറിയാലോ, എത്ര അയൺ ലേഡി ആയാലും ഞാനൊരു സ്ത്രീയാണ്. എൻ്റെ ഹസ്ബൻഡ് ഇന്നുള്ളിലാണ്. മറ്റാർക്കല്ല, നമുക്കെല്ലാവർക്കും വേണ്ടിയാണ് ആ മനുഷ്യൻ ഇന്ന് അവിടെ കിടക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷമവും, ഒപ്പം എൻ്റെ കുടുംബത്തിലെ കുട്ടികളായ മറ്റുള്ളവർ ലോൺ അടയ്ക്കാണ്ടും
ഹോസ്പിറ്റൽ കേസിനൊക്കെ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ എന്നില് ഒരു കൊച്ചു വിഷമം അല്ല, നല്ലൊരു വിഷമം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എൻ്റെ മുഖത്ത് ആ ഒരു വിഷമം മാറാൻ കാരണം എൻ്റെ കുട്ടികളെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ എനിക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും. അവർക്ക് പഴയ ജീവിതം എനിക്ക് തിരിച്ചു തരാൻ പറ്റും. ആ ഒരു കോൺഫിഡൻറ്റ് എന്നിലിപ്പോൾ ഉണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻറ്റോട് കൂടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇനി കമ്പനി തിരിച്ചു വരാൻ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ എല്ലാവരും കമ്പനിയോടൊപ്പം തീർച്ചയായും വേണം. ഏകദേശം 9 ലക്ഷം രൂപയോളം ഞാൻ പറഞ്ഞു അറൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പൈസയും കൂടി വേണം. അതിന് നിങ്ങളെല്ലാവരും കമ്പനിയോടൊപ്പം സഹകരിച്ചേ പറ്റൂ, കൂടെ നിന്നേ പറ്റൂ. പിന്നെയും നിങ്ങളോട് എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ആരും തന്നെ പരസ്പരം എന്താ പറയുക, അങ്ങോട്ട് ഇങ്ങോട്ട് കുറ്റപ്പെടുത്തലുകൾ നിർത്താം. നമ്മളെല്ലാവരും ഒന്നിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല ലീഡേഴ്സും മറ്റുള്ളവർക്ക് പോയി എന്ന് പറയുന്നതെല്ലാം വെറുതെയാണെന്ന് പിന്നെയും ഞാൻ എടുത്തു പറയുകയാണ്. ആരും എവിടെയും പോയിട്ടില്ല. ഇത് കണ്ട് നെഗറ്റീവുകാരെ നിങ്ങൾ ചിരിക്കേണ്ട. കാരണം നിങ്ങൾ എത്ര നോക്കിയാലും ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ബന്ധത്തെ തകർക്കാൻ സാധിക്കില്ല. കാരണം ഈ ബന്ധം ഞങ്ങൾ സ്നേഹം കൊണ്ട് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ബന്ധമാണ്. ഞങ്ങൾ മറ്റുള്ള വലിയ വലിയ കമ്പനിയിലെ മുതലാളിമാരെ പോലെ സാധാരണക്കാരെ കാണാതെ മാനേജരോടും പിയോടും മാത്രം സംസാരിച്ച് വന്ന വ്യക്തികളല്ല. ഞങ്ങളുടെ ഹൈറിച്ചിൽ ഐഡിയ ഉള്ള ഒരു കുഞ്ഞു താഴെ ഉള്ള ഒരാൾ പോലും വിളിച്ചാൽ പോലും ഫോൺ എടുക്കുന്ന 2 വ്യക്തികളായിരുന്നു ഞാനും പ്രതാപ് സാറും. ഞങ്ങളെ ഓഫീസിൽ വന്ന ആർക്ക് വേണമെങ്കിലും നേരിട്ട് കാണാൻ അവസരമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിദേശത്തെ രാജ്യത്തിരുന്ന് ലൈഫ് സ്റ്റൈലൊക്കെ അങ്ങോട്ട് ആഘോഷിച്ച് നടന്നുള്ള വ്യക്തികളല്ല. സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് സാധാരണക്കാരെ കൂടെ ജീവിച്ച് അവരിൽ ഒരാളായി വളർന്നു വന്ന് അവരെ തന്നെ കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് മുന്നോട്ട് പോകുന്ന 2 വ്യക്തികളാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്നും അന്നും ഇന്നും എന്നും ഒരുപോലെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ ഹൈറിച്ച് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ഞങ്ങളുടെ വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. അവിടെ നിങ്ങൾ വന്ന് ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കണ്ട. ഞങ്ങളുടെ ഇടയിൽ അത് നടക്കൂല. നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് ഒരു 5 6 പേരെ വലിക്കാൻ പറ്റിയിരിക്കും. അതിന് ഞങ്ങൾക്ക് വിഷമവുമില്ല. ഒപ്പം ഞങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുന്ന ബലം അതൊരു വലിയൊരു ബലം തന്നെയാണ്. അതിന് എൻ്റെ കുട്ടികളാണ് ഞങ്ങളുടെ ഹൈറിച്ചിന്റെ പിൻബലം. കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ ഒരുപാട് ലീഡേഴ്സും ഒരുപാട് വ്യക്തികളും ഈ ഹൈറിച്ച് പ്രസ്ഥാനത്തിലുണ്ട് എന്ന് തന്നെയാണ് കമ്പനിയുടെ ഏറ്റവും വലിയ വിജയം. അതിന് ഞാൻ എൻ്റെ കുട്ടികളോട് ഒരുപാട് നന്ദി പറയുന്നു. ഞാനിതൊരാളെയും വെല്ലുവിളിച്ചതല്ല എന്നെടുത്ത് പറയട്ടെ. കാരണം നിങ്ങൾ പണിയെടുത്ത് മതിയായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ആ പണി ഒന്ന് നിർത്തിക്കോ. എൻ്റെ കുട്ടികളെ വലിച്ചാൽ കിട്ടൂല. കാരണം ഇതിൽ 4-5 ID ഞങ്ങൾ ഇവിടെ ഹോസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടു, കള്ളപ്പല്ല് കയറിയിരിക്കുന്ന നെഗറ്റീവുകാരെ. അതുകൊണ്ട് നിങ്ങളോടാണ് എൻ്റെ ഈ പറച്ചില്. എൻ്റെ കുട്ടികളോട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനിയും നമ്മുടെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോവാം. എല്ലാവരും കട്ടൊക്കെ ഉണ്ടാവുക. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ ലീഗലായി തന്നെ എല്ലാ ബന്ധനങ്ങളും എല്ലാം മാറ്റിക്കൊണ്ട് നമ്മൾ തിരിച്ചു വരും. ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കും. എല്ലാവർക്കും ഒരുപാട് നന്ദി, സന്തോഷം. താങ്ക് യു. ഹായ്. അപ്പോ നമ്മളുടെ ശ്രീനാം മാഡത്തിന്റെ വാക്കുകൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ശ്രീനാം മാഡം പറഞ്ഞതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ തിരിച്ചു വരും. അതിന്റെ ലീഗൽ കാര്യങ്ങളൊക്കെ ഓരോ കേസിന്റെയും കറക്റ്റ് അപ്ഡേഷൻ ശ്രീനാം മാഡം തന്നു നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മളുടെ കേസുകൾ ഉണ്ട്. അതിൽ ബഡ്സിന്റെ മാത്രമാണ് ഇത്തിരി നീണ്ടുപോയ ഒരു ഡേറ്റ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അത് അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യും. അതിന്റെ അപ്ഡേഷൻ അടുത്ത ദിവസങ്ങളിൽ, ഇപ്പോ നാളെ ഞങ്ങൾ നാട്ടിലെത്തും. അത് കഴിഞ്ഞതിന് ശേഷം അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോ നമുക്ക് ഇന്ന് ഒരു ദിവസം ഒരുപാട് സന്തോഷം. കാരണം എല്ലാം കൊണ്ടും ഏതൊക്കെ അഡ്വക്കേറ്റ്സ്മാരാണോ അവരൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് നമുക്ക് അവര് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് നമ്മൾ കാത്തിരിക്കേണ്ട എന്നുള്ള ഒരു മുന്നറിയിപ്പോടുകൂടി
ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇനിയും ഇതിലും നല്ല ഒരു വലിയൊരു അപ്ഡേഷനുമായിട്ട് നമ്മൾക്ക് തിരിച്ചു വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നമ്മൾ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുന്ന ആ ഒരു ദിവസം സ്വപ്നം കാണുക. ഇത്രയും നാളും നമ്മൾ ടെൻഷൻ അടിച്ച് ഭയങ്കരമായിട്ട് എന്താവും, നമ്മുടെ പൈസ പോവോ എന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു. ഇനി ആർക്കും അത് വേണ്ട. നമ്മൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിലേക്ക് തന്നെ അത് പോവാണ്. അതിന്റെ കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ തന്നെ ഇതിലിപ്പോ ഇവർ പറഞ്ഞ പോലെ തന്നെ കുറെ നെഗറ്റീവ് ആൾക്കാർ ഫേക്ക് പേരിൽ കയറിയിരിക്കുന്നുണ്ട്. നമ്മുടെ ലിങ്ക് നമ്മൾ ഇട്ടത് എനിക്ക് തോന്നുന്നു 9:25-നാണ്. അവിടെ 9:46-നൊക്കെ അവിടെ ലിങ്ക് ഒക്കെ ഇട്ടേക്കുന്ന സ്ക്രീൻഷോട്ടൊക്കെ നമുക്കിപ്പോ കിട്ടി. അപ്പോ എന്തായാലും എല്ലാവരോടും സ്നേഹം മാത്രം. ഈ ശത്രുക്കളോടും നമ്മുടെ കൂടെ നിന്നവരോടും എല്ലാവരോടും, കാരണം അവരൊക്കെ ഉണ്ടായത് കൊണ്ടായിരിക്കാം കുറച്ചും കൂടി കൂടുതൽ നമുക്ക് ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഉന്മേഷം കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ സൂം മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.